ഒരു ഭാഗത്ത് RSSന്റെ ചീന്ത്, 1 2 3 4. ഒരു ഭാഗത്ത് RSSന്റെ ചീന്ത്. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ എന്നാ ഇനി സമയം കളയണ്ട. അതുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലെത്തിയ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോട്, ചാടിക്കടിച്ചിട്ട് കാര്യമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. അത് നേരാവാനാണ് വഴി. സാദിഖ് അലി തങ്ങൾക്കും അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞത് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ്. നീ കാര്യം എന്താണ് തെളിച്ച് പറയടാ. ഉടനെ വി.ഡി. സതീശൻ ചാടി ഇറങ്ങാണ്. കെ സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു കുഴപ്പമില്ല, പക്ഷെ സാദിഖ് അലിയെ കുറിച്ച് പറഞ്ഞ വി.ഡി. സതീശന് പ്രശ്നമാണ്. വി.ഡി. സതീശൻ വിചാരിക്കുന്നുണ്ടാവും പിണറായി വിജയനൊക്കെ ഞാൻ മതി നേരിടാൻ എന്ന്. എടോ, 1000 സതീശൻ വന്ന അര പിണറായി വേണ്ടടോ. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ അങ്ങനത്തെ ഒരു വർത്താനോ? എന്തേ അടിയന്തരാവസ്ഥ വി.ഡി. സതീശൻ അറിയാമായിരിക്കുമല്ലോ. അവരെ എങ്ങോട്ട് വിളിക്കേ കൂട്ടിട്ട് ചോദിക്കാം. അടിയന്തരാവസ്ഥയിൽ പോലീസ് മർദ്ദനം ഏൽക്കാത്ത പിണറായി വിജയന്റെ ഒരു ശരീരഭാഗവും ഇല്ല എന്നറിയാൻ CPMന്റെ മുഖപത്രങ്ങൾ വായിക്കേണ്ട, കേരള നിയമസഭയിലെ രേഖകൾ വായിച്ചാൽ മതി. ഈ പാർട്ടി അതിന്റെ എല്ലാ വിഭാഗീയമായിട്ടുള്ള ജീർണതയിലും എത്തിപ്പെട്ട ഘട്ടത്തിൽ എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ആ സംഘടനയെ ഒറ്റക്കെട്ടായി നയിച്ച് 2 തവണ അധികാരത്തിലേറിയ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അവിടെയാ വി.ഡി. സതീശൻ ചെന്നിട്ട് ഉമ്മാക്കി കാട്ടി പിണറായി വിജയനെ പഠിപ്പിക്കും. അയ്യോ, എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി, വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. ഒരച്ഛന്റെ സ്നേഹചുംബനം. 2004 ഞാനൊരു മാധ്യമ പ്രവർത്തകന്റെ റോള് സാധാരണഗതിയിൽ പൊതുസമ്മേളനങ്ങളിൽ എടുക്കാറില്ല, എന്നാൽ പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യ വിഷൻ ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് അറിയില്ല, കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും കലങ്ങി തെളിയും. ഇന്ത്യയിലെ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് തുരുത്തുകളുണ്ട്. ഞാനെന്താ വേണ്ടത്? ഇന്നും ഏതാണ്ട് 10, 150, 200 സീറ്റുകളില് CPMനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ചാല് 1 ലക്ഷം വോട്ടുകൾക്ക് മീതെ കിട്ടും. വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത്. പലയിടങ്ങളിലും വേണമെങ്കിൽ ജയിക്കാൻ വരെ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളില്. പഴയ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയിട്ടില്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഇന്ത്യ ബ്ലോക്ക് BJPയെ തോൽപ്പിക്കണം എന്ന ഒരൊറ്റ അജണ്ട മാത്രം മുൻനിർത്തി മത്സരിച്ച CPIM ആകെ മത്സരിച്ചത് 50 ചില്ലുവാനം സീറ്റുകളിൽ മാത്രമാണ്. കേരളത്തിൽ എങ്ങനെയാണ് UDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പെരുമാറുന്നത് എന്നും നമുക്കറിയാം. ഓ, ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? എന്താ എടുത്ത് തലേ ചുമക്കണമെന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നറിയാം. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.